പത്തനാപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പത്തനാപുരം പുന്നല സ്വദേശിയുടെ വളർത്തുകാളയെ പുലി പിടിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. പത്തനാപുരം പുന്നല കണ്ണങ്കര ചരുവിൽ പുത്തൻ വീട്ടിൽ മോഹനന്റെ വളർത്തുകാളയെയാണ് പുലി പിടിച്ചത്. കഴിഞ്ഞ രാത്രി 1 മണിയോടെയാണ് വലിയ കാളയെ പുലി കൊന്നത്. മോഹനൻ ഉണർന്നപ്പോൾ ശബ്ദവും വെളിച്ചവും കണ്ട് പുലി ഓടിപ്പോകുന്നത് കണ്ടു. ഇത്ര വലിയ കാളയെ കൊല്ലണമെങ്കിൽ മനുഷ്യനെ ഉൾപ്പെടെ കൊല്ലാൻ ത്രാണിയുള്ള വലിയ പുലിയാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുമ്പൻ നിൽപ്പുണ്ടായിരുന്നു. രാത്രി 12 മണിയോടുകൂടി അലർച്ചയായിട്ട് ഇറങ്ങി വന്നപ്പോൾ പുലി ചാടുന്നത് കണ്ടു. അത് കഴുത്തിന് 2 വശവും പിടിക്കുകയും ചെയ്തു. കണ്ടായിരുന്നു. കഴുത്തിന് 2 വശവും പിടിക്കുകയും ചെയ്തു. കാലിനും എല്ലാം വരയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 4 മണി കൂടി മരിക്കുകയും ചെയ്തു. പുലി ഇറങ്ങി നമ്മുടെ കരുമ്പാലു വാർഡിലെ ഒരു കർഷകന്റെ ഒരു മൂരിയെ കടന്നാക്രമിച്ച് അത് ചത്തുപോയി. ഇപ്പോൾ അപ്പം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയും ഫോറസ്റ്റ് ഓഫീസർ ഗിരിസാറും എല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ മൃഗ ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു പോസ്റ്റ്മോർട്ടം മറ്റോ തയ്യാറാക്കി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. ഈ നിലയിൽ ഈ പുലിയുടെ വിചാര കേന്ദ്രമായി നമ്മുടെ ഈ പ്രദേശം മാറുന്നതിൽ ഇവിടുത്തെ സമീപവാസികൾക്കെല്ലാം ഒരു ഉത്കണ്ഠയായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ മാസം സമീപ പ്രദേശമായ മാങ്കോട്ട് ചിതൽവെട്ടി വെട്ടയ്യത്ത് 5 പുലികളെ നാട്ടുകാർ കണ്ടതിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയിരുന്നു. പത്തനാപുരത്ത് പാടം, വെള്ളംതെറ്റി, കടശ്ശേരി, മുള്ളുമല, കുമരംകുടി തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ പുലി, ആന, പന്നി, കുരങ്ങ്, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. മൃഗശല്യത്താൽ കുട്ടികളെ കാൽനടയായി സ്കൂളിൽ അയക്കാൻ പോലും രക്ഷിതാക്കൾ ഭയപ്പെടുകയാണ്. കാളയെ പുലി പിടിച്ചുതെറിഞ്ഞ് പുന്നല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി ഗിരിയുടെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.